ചെർപ്പുളശ്ശേരി സർക്കിൾ ഇൻസ്പെക്ടർ ബിനു തോമസിൻ്റെ ആത്മഹത്യക്ക് കാരണക്കാരനായ DYSP ഉമേഷിനെ സസ്പെൻഡ് ചെയ്തു. വടകര DYSP ആണ് ഉമേഷ്. നേരത്തെ പാലക്കാട് 2014 പാലക്കാട് ജില്ലയിലെ സർക്കിൾ ഇൻസ്പെക്ടറായിരുന്നു. ആ സമയത്ത് അദ്ദേഹത്തിൻ്റെ കീഴിലെ വടക്കാഞ്ചേരിയിലെ സബ് ഇൻസ്പെക്ടറായിരുന്നു ബിനു തോമസ്. ആ സമയത്ത് വടക്കാഞ്ചേരിയിൽ അറസ്റ്റിലായ ഒരു സ്ത്രീയെ അവർ അനാശാസ്യ പ്രവർത്തനത്തിനാണ് അറസ്റ്റ് ചെയ്തത്. ആ സ്ത്രീയുടെ വീട്ടിൽ DYSP ഇന്ന് DYSP ആയ അന്ന് പാലക്കാട് സബ് ഇൻസ്പെക്ടറായ ഉമേഷ് 2 പ്രാവശ്യം പോയി. അവരുമായിട്ട് 2 പ്രാവശ്യം ബന്ധപ്പെട്ടു. അവിടെ കൊണ്ടാക്കിയത് ചെർപ്പുളശ്ശേരി ബിനു തോമസ് അന്ന് വടക്കാഞ്ചേരി CA ആയിരുന്നു. അദ്ദേഹത്തിൻ്റെ കാറിൽ ഇദ്ദേഹത്തിനെ അവിടെ കൊണ്ടുവന്ന് വിട്ടു. അവരുമായിട്ട് ആ വീട്ടിൽ 1 മണിക്കൂർ കഴിഞ്ഞപ്പം അദ്ദേഹം തിരിച്ചു വന്നപ്പം ഈ കാറിൽ തന്നെ മടങ്ങിപ്പോയി. ചെർപ്പുളശ്ശേരി CA ബിനു തോമസിൻ്റെ കാറിലാണ് മടങ്ങിപ്പോയത്. കാറിൽ അദ്ദേഹം വീടിനകത്ത് പോയപ്പം കാറിൽ ഇരുന്ന് ഡ്രൈവർ സീറ്റിലിരുന്ന് അദ്ദേഹം ഉറങ്ങി. 2 പ്രാവശ്യവും അദ്ദേഹത്തിനെ കൊണ്ട് വിട്ടിട്ട് കാറിലിരുന്നു. ആ സ്ത്രീയുമായിട്ട് അവിഹിത ബന്ധം ഉണ്ടായി. അത് ആ സംഭവത്തിന് ശേഷം ഇദ്ദേഹം പ്രൊമോഷനായി പോയി DYSP ആയിട്ട്. ഇപ്പം അതുമായിട്ട് ബന്ധപ്പെട്ട് ബിനു തോമസിന് മാനസിക സംഘർഷം കൂടി. ഈ വിവരങ്ങളെല്ലാം വെളിയിൽ അറിഞ്ഞു. പത്രങ്ങളിലൊക്കെ വാർത്ത വന്നു. അദ്ദേഹത്തിൻ്റെ കുടുംബത്തിലും വലിയ അസ്വസ്ഥത ഉണ്ടായിട്ടുണ്ടാവാം. മാനസികമായി അദ്ദേഹം തകർന്നു. പക്ഷേ അദ്ദേഹം ഒരു കുറ്റം ചെയ്തതായിട്ട് എങ്ങും പറയുന്നില്ലെങ്കിലും DYSP അവിടെ കൊണ്ടുപോയി വിട്ടു. എന്തായാലും ആ DYSP അത് വളരെ നിസ്സാരമായിട്ട് കണ്ടു. ഇദ്ദേഹം ആത്മഹത്യ ചെയ്തു. ബിനു തോമസ് കോട്ടേഴ്സിൽ ആത്മഹത്യ ചെയ്തു എന്ന് കണ്ടപ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രതികരണമൊക്കെ നമ്മൾ കണ്ടു. അദ്ദേഹം വളരെ ഇന്നസെൻ്റാണ്, അതേപ്പറ്റി ഒന്നും പറയാനില്ല എന്നാണ് പറഞ്ഞത്. പക്ഷേ ഇപ്പം ഇതേ സംബന്ധിക്കുന്ന ഒരു റിപ്പോർട്ട് ഇപ്പം പാലക്കാട് SP കൊടുത്തു. അത് ഗവൺമെൻറ്റിലേക്ക് പോയി, DGP എടുത്തു പോയി. ഇപ്പോഴേ DYSPയെ സസ്പെൻഡ് ചെയ്തു. അത് ഡിപ്പാർട്ട്മെൻറ്റിലെ എൻക്വയറിക്ക് ഓർഡർ ഇട്ടു, സസ്പെൻഡ് ചെയ്തു. പക്ഷേ DYSPക്ക് എതിരായി വരുന്ന കുരുക്കുകൾ നോക്കിയപ്പോഴാണ് നമ്മൾ അതിനകത്ത് അന്തം വിട്ടു പോകുന്നത്. കാരണം ഈ ഒരു സംഭവം ഒരാൾ അല്ലെങ്കിൽ ഒരു ഗസറ്റർ ഓഫീസർ ബിനു തോമസ് ആത്മഹത്യ ചെയ്തു. ഇദ്ദേഹം ഭീഷണിപ്പെടുത്തിയിട്ടാണ് ആത്മഹത്യ ചെയ്തതെന്ന് അദ്ദേഹത്തിൻ്റെ സൂയിസൈഡ് നോട്ടിനകത്തുണ്ട്. അത് 32 പേജുണ്ട്. വളരെ വിശദമായിട്ട് ഈ കാര്യങ്ങൾ അതിനകത്ത് പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ കുടുംബത്തിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. ആ സംഭവം താൻ ആത്മഹത്യ ചെയ്യാൻ കാരണം DYSP ആണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും അതൊരു പ്രേരണ കുറ്റം നമുക്കറിയാം. അത് ആത്മഹത്യ ചെയ്യാൻ കാരണം DYSP ആണ്. അപ്പോൾ അതിന് ഇപ്പം എടുത്തിരിക്കുന്ന കേസ് ആത്മഹത്യക്കുള്ള കേസാണ് എടുത്തെങ്കിലും അതിൻ്റെ സെക്ഷൻ ഓൾട്ടർ ചെയ്ത് അബറ്റ്മെൻറ്റ് ടു കമ്മിറ്റ് സൂയിസൈഡിലേക്ക് പോകും. അപ്പോൾ തീർച്ചയായിട്ടും DYSP ആ കേസിനകത്ത് ആത്മഹത്യ കേസിനകത്ത് പ്രതിയാവും. അതോടൊപ്പം തന്നെ പീഡിപ്പിച്ച സ്ത്രീ ഇപ്പം മൊഴി കൊടുത്തിട്ടുണ്ട്. നേരത്തെ മൊഴി കൊടുത്തിട്ട് അതിനൊരു കേസ് എടുത്തിട്ടില്ല എന്ന് തോന്നുന്നു. പക്ഷേ ഇപ്പോൾ എടുത്തിരിക്കുന്നു. അപ്പോൾ ഒരു റേപ്പ് കേസിലും പ്രതിയാവും DYSP. കാരണം അവർ ഒരു സെക്സ് തൊഴിലാളിയായിരുന്നു, അല്ലെങ്കിൽ അങ്ങനെ ഒരു ഇഷ്യൂ ആയിട്ട് ബന്ധപ്പെട്ടാണ് ഈ കേസ് ലോക്കൽ സർക്കിൾ ഇൻസ്പെക്ടർ എടുത്ത് കേസുമായിട്ട് വന്നതെങ്കിലും അവരെ മിസ്യൂസ് ചെയ്തു DYSP. അധികാരം തനിക്ക് ഉള്ള DYSP എന്നുള്ള ആ അധികാരം, അല്ലെങ്കിൽ അന്നത്തെ സർക്കിൾ ഇൻസ്പെക്ടർ എന്നുള്ള ആ പവറും പോലീസ് അധികാരവും വെച്ചിട്ട് അവരൊരു വിധേയയായി എന്നേ പറയാനൊക്കുള്ളൂ. അതൊരു റേപ്പായിട്ട് പരിഗണിക്കേണ്ടി വരും. 376 അനുസരിച്ച് അടുത്തൊരു FIR കൂടെ ഉറപ്പായി. മൂന്നാമത്തെ ഒരു കേസ് കൂടെ വരുന്നുണ്ട്. അവരെ നിന്ന് കൈക്കൂലി വാങ്ങിച്ച് അവരെ പ്രോസിക്യൂട്ട് ചെയ്യാതിരിക്കാൻ. അപ്പോൾ അത് വിജിലൻസ് ആംഗിളിലേക്ക് വരും. എത്ര രൂപയാണ് കൈക്കൂലി കൊടുത്തതെന്ന് അവർ കൃത്യം പറയുന്നുണ്ട്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് വാങ്ങിച്ച കൈക്കൂലിക്ക് അടുത്ത കേസ്. ചുരുക്കത്തിൽ 3 കേസ് ഇദ്ദേഹത്തിനെതിരായിട്ട് എടുക്കുമെന്നാണ് എൻ്റെ ഒരു നിഗമനം. ഞാനൊക്കെ അവിടെ ഇരുന്നാൽ അങ്ങനെ എടുക്കാനേ ഒക്കുള്ളൂ. കാരണം നിയമപരമായിട്ട് കൃത്യമായിട്ട് നമ്മൾ മുന്നോട്ട് സഞ്ചരിക്കുമ്പം ഓരോന്ന് നമ്മൾ അനലൈസ് ചെയ്യുമ്പം സർക്കിൾ ഇൻസ്പെക്ടർ ബിനു തോമസ് ആത്മഹത്യ ചെയ്യാൻ കാരണം ഇദ്ദേഹമാണ്, അതായത് എഴുതിയിട്ടുണ്ട്. അപ്പോൾ അതൊരു കേസായില്ലേ.
ആ സ്ത്രീയെ പീഡിപ്പിച്ചതിന് അവരുടെ വീട്ടിൽ പോയി പീഡിപ്പിച്ചു. അതിന് വെളിയിൽ കൂട്ടുനിന്ന ആരാണ്? സർക്കിൾ ഇൻസ്പെക്ടർ. അപ്പോൾ അത് അവരെ റേപ്പ് ചെയ്തതിന് അടുത്ത കേസായി. ആ കേസ് ഒതുക്കി തീർക്കാനായിട്ട് കൈക്കൂലി വാങ്ങിച്ചെന്ന് പറഞ്ഞാൽ അത് ബ്രൈബാണ്. അത് PC ആക്ടിൻ്റെ പരിധി വരും. അപ്പോൾ വിജിലൻസിൽ ഒരു കേസ് എടുക്കേണ്ടി വരും. അത് തുടങ്ങിപ്പോയി. ഇനി മാറ്റമില്ല. പെട്ടുപോയി എന്ന് മാത്രം പറയാം. അതുകൊണ്ട് ഇതൊരു പാഠമായിരിക്കണം കേരളത്തിലെ പോലീസ് ഉദ്യോഗസ്ഥന്മാർക്കെല്ലാം. നിങ്ങൾ വിചാരിക്കും ചെറിയൊരു കാര്യം ചെയ്യുന്ന പോലെ നിങ്ങൾക്ക് തോന്നുമെങ്കിലും ഇപ്പോൾ ഒരു DYSP ഉള്ള റാങ്കിലുള്ള ഒരാൾ 3 കേസിലെ പ്രതിയാവും എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇനി സാധ്യതയൊന്നും നടക്കത്തില്ല. കാരണം ആ സ്ത്രീയെ പീഡിപ്പിച്ചതിന് ഒരു കേസില്ല. പക്ഷേ ആ സ്ത്രീക്കെതിരായിട്ടൊരു കേസ് എടുക്കാതിരിക്കാൻ കൈക്കൂലി വാങ്ങിച്ചിട്ടുണ്ട്. പൊതുവെ മോശമായ ഒരു സംഭവമാണ്. അദ്ദേഹത്തിനെ അറസ്റ്റ് ചെയ്യേണ്ടി വരും, റിമാൻഡ് ചെയ്യേണ്ടി വരും, ജാമ്യം കൊടുക്കാനും കഴിയില്ല, തൽക്കാലം സബ് ജയിലിൽ കിടക്കേണ്ടി വരും. ഇതൊക്കെ പാഠമാകണം എല്ലാ സിവിൽ പോലീസ് ഓഫീസർ മുതൽ DGP വരെയുള്ളവർക്ക്. കൈക്കൂലി വാങ്ങരുത്, അതേസമയത്ത് ഈ അനാശാസ്യ പ്രവർത്തനത്തിന് പോകരുത്. അങ്ങനെയൊക്കെ പോയി കഴിഞ്ഞാൽ ഒരു മാനസിക സംഘം ഉണ്ടാക്കുന്ന രീതിയിൽ സംസാരിക്കുക, പെരുമാറുക ചെയ്യരുത്. ആത്മഹത്യ ചെയ്താലും അത് അബറ്റ്മെൻറ്റ് കമ്മിറ്റ് സൂയിസൈഡിലും പ്രതിയാകും. അതുകൊണ്ട് സൂക്ഷിക്കുക. ഇങ്ങനെയുള്ള അവസരങ്ങൾ വരുമ്പോൾ അതിൽ നിന്ന് വഴി മാറിപ്പോവുക. അങ്ങോട്ട് കയറി കൈക്കൂലി വാങ്ങാനും അല്ലെ ചില രാഷ്ട്രീയ താല്പര്യം വെച്ച് അങ്ങോട്ട് കയറി ഒട്ടരുത്. ഒട്ടിയായി കഴിഞ്ഞാൽ ഇതുപോലെയുള്ള കുരുക്കി ചെന്ന് ചാടിക്കഴിഞ്ഞാൽ ജീവിതാവസാനം വരെ ജയിലിൽ കിടക്കേണ്ടി വരും എന്നാണ് എനിക്ക് തോന്നുന്നത്.